ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബന്ദിപ്പൂർ വഴി മൈസൂർക്കാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വീഡിയോ കാണാം. ഇത് ഞങ്ങളുടെ മൈസൂർ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മളിന്ന് പോകുന്ന റൂട്ട് പെരിന്തൽമണ്ണ വഴി നിലമ്പൂർ, മുതുമലൈ, ബന്ദിപ്പൂർ. അപ്പോൾ ബന്ദിപ്പൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റൂട്ട് പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളും ഒരുപാട് ഫോറസ്റ്റ് അല്ലെങ്കിൽ തിക്ക് ഫോറസ്റ്റ് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് അതിരാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇസുകുട്ടി ഇവിടെ ഉണ്ട്, അവൾ ഹാപ്പിയാണ്, നല്ല ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വേഗം ബന്ദിപ്പൂർ പിടിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ, പാലക്കാട്, ഈറോഡ്, സേലം അങ്ങനെ ബാംഗ്ലൂർ പോണതാണ് ഒന്നും കൂടി ബെറ്റർ. പക്ഷെ നമ്മൾ ഈ റൂട്ട് ചേഞ്ച് ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാനും നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ്. നമ്മൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി ആ വിഷ്വൽസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗൂഡല്ലൂർ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് സുൽത്താൻ ബത്തേരി, അടുത്തോട്ട് പോകുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയും റൈറ്റ് സൈഡിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബന്ദിപ്പൂർ റൂട്ടാണ് വരുന്നത്. പോകുന്ന വഴി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കൂടുതലും തേയിലത്തോട്ടങ്ങളാണ് ഇവിടം സൂപ്പറാക്കുന്നത്. നമ്മൾ മൂന്നാറിലൊക്കെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അതിലും വിട്ട് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റാണ് ഇവിടെ. അങ്ങനെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഇനി ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ടു കിട്ടാതിരിക്കില്ല. അങ്ങനെ ടൈഗർ റിസർവ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റത്തെ മാൻകൂട്ടത്തിനെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആടുകളൊക്കെ അയച്ചിട്ട് വളർത്തുന്ന പോലെയാണ് ഇവിടെ മാനുകളുടെ എണ്ണം അത്ര അധികം ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ കുറേ നേരം ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പോൾ നമ്മുടെ ഇസക്കുട്ടിയും അപ്പാപ്പനും ഇവിടെ ഉണ്ട്. മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞാൽ പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുതുമലൈ ടൈഗർ റിസർവിൽ നമുക്ക് കൂടുതലായിട്ടും മാനുകളെയാണ് കാണാൻ സാധിച്ചത്. ഇനി ഇവിടെയാണ് നമുക്കൊരു പ്രതീക്ഷ, ബന്ദിപ്പൂരാണ് ഒരു പ്രതീക്ഷയുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന്.
അങ്ങനെ മോർണിംഗ് തുടങ്ങിയ യാത്രയായിരുന്നു. നമ്മളൊരു 250 കിലോമീറ്ററിന് മേലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ മൈസൂർ ടൗണിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു നല്ലൊരു ഹോട്ടൽ കണ്ടെത്തി, ജഗമോഹൻ കംഫർട്ട്സ്. ഒരുവിധം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുന്ന് നമുക്ക് പാലസിൻ്റെ തൊട്ടടുത്ത്, അതായത് പാലസിൻ്റെ അടുത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാലസിൻ്റെ നൈറ്റ് വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇസകുട്ടി ഫ്രീ ആയി. അവൾ ബെഡിൽ ചാടി കളിച്ച് ആത്മാർദ്ദിക്കുകയാണ്. ഒരുപാട് നേരം വണ്ടിയിലിരുന്ന് ടയേർഡായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തിച്ചേർന്നത് ഒരു 5 മണിയോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈമും കൂടി ഉണ്ട്. നമ്മൾ റൂമിൽ കയറി ഫ്രഷായി അതിനുശേഷം പാലസ് കാണാനാണ് ഇനി പോകുന്നത്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇനി അടുത്ത എപ്പിസോഡിലാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. മൈസൂർ കാഴ്ചകൾക്കായി ഇനി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. നല്ല അടിപൊളി വീഡിയോസാണ് ഇനി വരുന്നത്. ഒപ്പം ഇസുകുട്ടിയും.